പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് രവീന്ദ്രനാഥ ടാഗോർ. ബ്രാഹ്മണനായിരുന്നെങ്കിലും താനാർജിച്ച സമ്പത്തുകൊണ്ട് ഠാക്കൂർ, തമ്പുരാൻ എന്ന വിളിപ്പേര് കിട്ടിയ ആളായിരുന്നു ദ്വാരികാനാഥ് ഠാക്കൂർ. ഭാരതത്തിൽ ആദ്യമായി സ്വന്തം കമ്പനി രജിസ്റ്റർ ചെയ്ത ഭാരതീയനായിരുന്നു അദ്ദേഹം. ആദ്യ ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങിയതും അദ്ദേഹമായിരുന്നു. സ്വന്തം ആവിക്കപ്പൽ മെയിൻ സർവീസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്ര സ്വാതന്ത്ര്യത്തിനും സതി നിരോധനത്തിനും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ നേടിയത് കാരണമാണ് വിജയിച്ചത്. ഏഷ്യാറ്റിക് സൊസൈറ്റി, സുവോളജിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ, ബോട്ടാണിക്കൽ സർവേ എന്നീ സൊസൈറ്റികളിൽ അദ്ദേഹം അംഗമാക്കപ്പെട്ടു. 1841 ഇംഗ്ലണ്ട്, തുടർന്ന് ഹോളണ്ട്, പാരീസ്, വത്തിക്കാൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ രാജ്ഞിമാരും രാജാക്കന്മാരും മാർപ്പാപ്പയും അദ്ദേഹത്തെ എതിരേറ്റു. വിശ്വപ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ പിതാവിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു. ചെറുപ്പം മുതലേ സമ്പത്തിനോട് വിരക്തി പ്രകടിപ്പിച്ചു. സ്വത്തുക്കളെല്ലാം സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്തു. മകന്റെ സ്വഭാവം കണ്ട് ദ്വാരകാനാഥ് ഠാക്കൂർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സ്ഥിര വരുമാനം മകനും കുടുംബത്തിനും ഉറപ്പാക്കി. എന്നാൽ അച്ഛൻ്റെ മരണശേഷം കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന തുകയെല്ലാം സമാഹരിക്കാൻ ദേവേന്ദ്രനാഥ് കുടുംബസ്വത്ത് വിൽക്കുകയും ട്രസ്റ്റിൻ്റെ പദവി ഒഴിയുകയും ചെയ്തു. നിയമപരമായി വ്യക്തിഗത സ്വത്തോ ട്രസ്റ്റിൻ്റെ സ്വത്തോ ആയി വ്യാപാര കമ്മിക്ക് ബന്ധമില്ലാതിരുന്നിട്ടും ദേവേന്ദ്രനാഥ് ഇത്തരത്തിൽ ചെയ്തത് ബംഗാളിൽ വലിയ വാർത്തയായി. എല്ലാവരും അദ്ദേഹത്തെ മഹർഷി എന്ന് വിളിക്കാൻ തുടങ്ങി. ബ്രഹ്മസമാജത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദി ബ്രഹ്മസമാജത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം വിവാഹം ചെയ്തത് വലിയ ധനമോ സൗന്ദര്യമോ ഇല്ലാതിരുന്ന ശാരദാദേവിയായിരുന്നു. ഇവർക്ക് 14 പ്രതിഭാശാലികളും പ്രശസ്തരുമായ മക്കളുണ്ടായി. ഏറ്റവും ഇളയ മകനായിരുന്നു രവീന്ദ്രനാഥ്. സാംസ്കാരികമായും സാമ്പത്തികമായും സംഖ്യാപരമായും സമൃദ്ധമായ ഒരു കുടുംബത്തിൽ വളർന്നതിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും ബന്ധനങ്ങളും കുട്ടിക്കാലം മുതൽക്കേ രവീന്ദ്രൻ നുകർന്നു. സഹോദരങ്ങളിൽ ദ്വിജേന്ദ്രൻ ഗണിതം, സംഗീതം, കവിത എന്നിവയിൽ തൻ്റെ പ്രതിഭ തെളിയിച്ചു. സത്യേന്ദ്രനാഥ് ICS ആയിരുന്നു. ജ്യോതീന്ദ്രൻ നാടകകൃത്തും സംഗീത സംവിധായകരും ദേശീയവാദവുമായിരുന്നു. സുവർണകുമാരി ആദ്യ ബംഗാളി വനിതാ നോവലിസ്റ്റായിരുന്നു. ചാർച്ചയിൽ സഹോദരനായ ഗജേന്ദ്രനാഥും അവനീന്ദ്രനാഥും ഒന്നാം തരം ചിത്രകാരന്മാരായിരുന്നു. സ്വാഭാവികമായും അക്കാലത്തെ പ്രഗത്ഭരും പ്രതിഭാധനന്മാരും ഈ വീട്ടിൽ അതിഥികളായി തീർന്നു. ഈ അന്തരീക്ഷത്തിലൂടെയാണ് രവീന്ദ്രനാഥ് വളർന്നു വന്നത്. വലിയ കുടുംബത്തെ സംരക്ഷിച്ചിരുന്ന അമ്മ ശാരദാദേവിയുടെ ശ്രദ്ധ രവീന്ദ്രനിൽ വേണ്ടത്ര പതിഞ്ഞിരുന്നില്ല. തൻ്റെ 80-ാം വയസ്സിൽ എഴുതിയ ഒരു ബാല്യകാല അനുസ്മരണത്തിൽ കവീന്ദ്രൻ ഇതേപ്പറ്റി എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരവധി കഥാപാത്രങ്ങൾ മുതിർന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറിക്കാൻ നോക്കിയതായിരുന്നു. എന്നാൽ അതിൻ്റെ കുറവ് നികത്തിയത് ചേട്ടത്തിയമ്മ കാദംബരി ദേവിയായിരുന്നു. രവീന്ദ്രൻ്റെ വ്യക്തിത്വത്തിൽ കാദംബരിയുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. ചേട്ടത്തമ്മിയാണ് ബംഗാളി കവിതയുടെ ലോകവുമായിട്ട് രവീന്ദ്രനെ പരിചയപ്പെടുത്തിയതും രവീന്ദ്രനിലെ കവിത്വം ഉണരാൻ കാരണക്കാരി ആയതും. രവീന്ദ്രൻ്റെ ആദ്യ കവിത 8-ാമത്തെ വയസ്സിലാണ് എഴുതപ്പെട്ടത്. പിന്നീട് നിരന്തരം തൻ്റെ നോട്ട്ബുക്കുകളിൽ അദ്ദേഹം കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. കവിത കേൾക്കാൻ വീട്ടുകാരെയും കൂട്ടുകാരെയും നിർബന്ധിച്ചു കൊണ്ടിരുന്നു. നിലവാരം നന്നായിരുന്നതിനാൽ എല്ലാവരും പ്രശംസകൾ ചൊരിഞ്ഞു. വിവരം പറഞ്ഞൊരു അധ്യാപകൻ ഒരു ഗുണപാഠ കവിത എഴുതി കേൾപ്പിക്കാൻ പറഞ്ഞു. കവിതയുടെ നിലവാരം കണ്ട് ഇതെവിടോ നിന്ന് കട്ട് വായിച്ചതാണ് എന്ന് കൂട്ടുകാർ ആരോപിച്ചു. തൻ്റെ ഗുണപാഠ കവിത തന്നിൽ ദുർഗുണം ആരോപിക്കാൻ കാരണമായെന്ന് രവീന്ദ്രൻ പിന്നീട് പരാതിപ്പെട്ടു. അക്കാലത്തെ നിരവധി കവിതകൾ പിന്നീടാണ് വെളിച്ചം കണ്ടത്. 11-ാം വയസ്സിൽ ഉപനയനം നടന്നപ്പോൾ കിട്ടിയ ഗായത്രി മന്ത്രം അദ്ദേഹം ജീവിതം മുഴുവൻ വൃതാനുഷ്ഠത്തോടെ ജപിച്ചിരുന്നു. അന്ന് പ്രമുഖ കുടുംബങ്ങൾ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കുവാൻ തത്രപ്പെട്ടപ്പോൾ മാതൃഭാഷയിൽ മാത്രമേ ബാല്യകാലത്ത് പഠനമാകാവൂ എന്ന അഭിപ്രായക്കാരനായിരുന്നു
ജ്യേഷ്ഠൻ ഹേമേന്ദ്രനാഥ് രവീന്ദ്രനെ ബംഗാളി മാധ്യമ വിദ്യാലയത്തിലേക്കാണ് ചേർത്തത്. അച്ഛൻ ദേവേന്ദ്രനാഥ് ഹിമാലയ യാത്രയിൽ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രന് സ്കൂൾ പഠനം വിട്ടുപോകാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം പോയത് അച്ഛൻ വിലയ്ക്ക് വാങ്ങിയ ശാന്തി നികേതൻ എന്നു പേരിട്ട 20 ഏക്കർ തോട്ടത്തിലേക്കാണ്. ഇവിടുത്തെ താമസത്തിനിടയിൽ പൊതുവെ ധ്യാന നിരതനായി കഴിയിരുന്ന ദേവേന്ദ്രനാഥ് മകന് ആധ്യാത്മിക വശങ്ങൾ പറഞ്ഞുകൊടുത്തു. അമൃത്സർ, ഹിമാലയത്തിലെ ബക്രേട്ട മുതലായ ഇടങ്ങളിൽ തങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചെത്തിയത്. ഈ കാലഘട്ടത്തിൽ അച്ഛൻ മകന് സംസ്കൃതം, ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ് സാഹിത്യകൃതികളും വേദം മുതലായ മതഗ്രന്ഥങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. 14-ാം വയസ്സിൽ രവീന്ദ്രൻ സ്കൂളിൽ പോക്കു നിർത്തി. എത്ര തന്നെ നിർബന്ധം ചെലുത്തിയിട്ടും പിന്നെ പഠിക്കാൻ പോയില്ല. അക്കൊല്ലം തൻ്റെ സഹോദരന്മാർ സംഘടിപ്പിക്കാറുണ്ടായിരുന്ന ഹിന്ദുമേളയിൽ കവിത ചൊല്ലി പൊതുപ്രശംസ പിടിച്ചുപറ്റി. ആനുകാലികങ്ങളിൽ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ കവിതകളും കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. രവീന്ദ്രന് പഠനത്തിൽ വീണ്ടും രുചിയുണ്ടാക്കാൻ വേണ്ടി ചേട്ടൻ സത്യേന്ദ്രനാഥ് ICS പഠനത്തിൽ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ കൂടെ കൂട്ടി. ഇംഗ്ലണ്ടിലെ താമസക്കാലത്ത് അദ്ദേഹം നിരവധി സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കി. ഇംഗ്ലീഷ് സംഗീതം പഠിക്കാൻ അദ്ദേഹം ഈ കാലഘട്ടം ഉപയോഗിച്ചു. 1880 ചേട്ടൻ ജില്ലാ ജഡ്ജിയായി അഹമ്മദാബാദിലേക്ക് പോന്നപ്പോൾ രവീന്ദ്രനും കൂടെ പോന്നു. സ്വാതന്ത്ര്യ സമര ജ്വാലകൾ ഭാരതത്തിലെങ്ങും ശക്തമായി ഉണരാൻ തുടങ്ങിയ കാലം. ഹിന്ദു നവോത്ഥാനത്തിൻ്റെ സ്വാഭാവിക പരിണാമമായിട്ടാണ് അതുണ്ടായത്. കേരളമെമ്പാടും ആധുനിക ഹിന്ദു നവോത്ഥാന നായകന്മാർ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ച് ജനങ്ങളിൽ ദേശീയ ബോധവും സ്വാഭിമാനവും ഉണർത്തിവിട്ടു. സ്വാതന്ത്ര്യ വാഞ്ച ജനങ്ങളിലേക്ക് ഉണർത്തുക എന്നത് അതിൻ്റെ യുക്തിസഹജമായ പരിണിത ഫലമായിരുന്നു. തൻ്റെ ലേഖനങ്ങളിലൂടെ രവീന്ദ്രനാഥ ടാഗോറും ബങ്കിം ചന്ദ്രനും നോവലുകളും ലേഖനങ്ങളും ബംഗാളി യുവജനയിൽ ഉണർത്തിയ സ്വാതന്ത്ര്യ ചിന്തകൾ വളരെ വലുതായിരുന്നു. ബംഗാളിൽ ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ച ചില ആനുകൂല്യങ്ങൾ നേടാനും അവയെ പ്രശംസിക്കുവാനും കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും ജനങ്ങൾ കാണിച്ച താല്പര്യത്തെ സ്വാഭിമാന ശൂന്യമായ ഭിക്ഷാടനം എന്ന് അദ്ദേഹം വിമർശിച്ചു. ഇംഗ്ലീഷുകാരൻ പറഞ്ഞതെല്ലാം നിയമം എന്ന അവസ്ഥ മാറണമെന്ന് അദ്ദേഹം വാദിച്ചു. പത്രപ്രവർത്തനത്തെ കൂച്ചുവിലങ്ങിടാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സെഡിഷൻ ആക്ട്, രാജ്യദ്രോഹ നിയമത്തിനെതിരെ ലോകമാന്യ ബാലഗംഗാധര തിലകൻ നയിച്ച ചെറുത്തുനിൽപ്പിനെ അദ്ദേഹം പിന്താങ്ങി. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭം അദ്ദേഹം മുന്നിൽ നിന്നും നയിച്ചു. ബംഗാൾ വിഭജനത്തിനെതിരെ 1905 രക്ഷാബന്ധൻ ഉത്സവം സംഘടിപ്പിച്ചു. തുടർന്ന് 20 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവനും ദേശസ്നേഹപരമായിരുന്നു. കൽക്കത്തയിലും പരിസരത്തും പ്ലേഗ്, പട്ടിണി മരണം, വരൾച്ച, ഭൂകമ്പം മുതലായവ ഉണ്ടായ കാലത്തൊക്കെ അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി. ഭഗിനി നിവേദിതയെ പോലെയുള്ള മഹതികൾ അദ്ദേഹത്തെ പരമാവധി സഹായിച്ചു. 1901 ശാന്തി നികേതനിൽ ഒരു വിദ്യാലയം തുടങ്ങി രവീന്ദ്രനാഥ് ടാഗോറും കുടുംബവും അങ്ങോട്ട് മാറി. വമ്പിച്ച കടബാധ്യതകൾ തീർക്കാൻ അദ്ദേഹം കുടുംബസ്വത്തും പുസ്തകങ്ങളും വിറ്റു. 1910 ഗീതാഞ്ജലി അദ്ദേഹം രചിച്ചത്. അത് സർവത്ര പ്രശംസിക്കപ്പെട്ടു. എല്ലാ ലോകഭാഷകളിലും വളരെ പെട്ടെന്ന് തന്നെ പരിഭാഷ ചെയ്യപ്പെട്ടു. കീറ്റ്, ഷെല്ലി മുതലായവരുടെ തലത്തിലേക്ക് അദ്ദേഹവും പരിഗണിക്കപ്പെട്ടു. 1911 കൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പാടാനായി അദ്ദേഹം രചിച്ച ഗാനമാണ് പിന്നീട് ജനഗണമന എന്ന പേരിൽ പ്രസിദ്ധമായത്. ഇംഗ്ലീഷിൽ ഗീതാഞ്ജലിയുടെ പരിഭാഷയ്ക്ക് ആമുഖം എഴുതിയത് WB യീറ്റ്സ് ആണ്. ഈ പരിഭാഷ അദ്ദേഹത്തിൻ്റെ നോബൽ വിജയത്തിന് ആക്കം കൂട്ടി. ഇംഗ്ലീഷ് കവി TS മുർജ് അദ്ദേഹത്തിൻ്റെ പേര് നോബൽ സമ്മാനത്തിന് നിർദ്ദേശിച്ചു. എന്നാൽ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചെങ്കിലും അത് സ്വീകരിക്കുവാൻ 1913 ഡിസംബറിൽ നോർവേയിലെത്തുവാൻ അദ്ദേഹത്തിനായില്ല. പകരം കൽക്കത്തയിൽ വെച്ചൊരു ചടങ്ങിൽ 1914 ജനുവരി 29 ബംഗാൾ ഗവർണറിൽ നിന്ന് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. പടിഞ്ഞാറിൻ്റെ മുന്നിൽ കിഴക്കിൻ്റെ ദർശനങ്ങളുടെ കവാടം മലർകെ തുറന്നതാണ് തൻ്റെ സംഭാവനയെന്ന് അദ്ദേഹം കരുതി. നോബൽ സമ്മാന തുകയായ 8000 പൗണ്ട് മുഴുവനും അദ്ദേഹം വിശ്വഭാരതി സർവകലാശാലയ്ക്ക് നൽകി. യൂറോപ്പിലും അമേരിക്കയിലും ജപ്പാനിലും കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളിലും അദ്ദേഹം നിരവധി തവണ യാത്ര ചെയ്തു.
അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ ഭാരതീയ ദർശനങ്ങളെപ്പറ്റി ഉള്ളവയായിരുന്നു. ഭാരതീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അവയിൽ നിഴലിച്ചിരുന്നു. നിരവധി സർവകലാശാലകൾ അദ്ദേഹത്തിന് ഡീലിറ്റ് പ്രദാനം ചെയ്ത് ബഹുമാനിച്ചു. 1915 അദ്ദേഹത്തിന് ബ്രിട്ടീഷ് രാജാവ് സർ ബഹുമതി നൽകി. എന്നാൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സർ പദവി തിരിച്ചു നൽകി. ജപ്പാനിലേക്ക് പോയ രവീന്ദ്രനാഥ ടാഗോറിന്റെ സംഘത്തിൽ ചേർന്നാണ് 1914 രാഷ് ബിഹാരി ബോസ് ജപ്പാനിലേക്ക് കടന്നത്. ബ്രിട്ടീഷുകാരെ വകവയ്ക്കാതെ എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടും രവീന്ദ്രനാഥ ടാഗോറിന് വിലക്കേർപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. നിരവധി മഹാപുരുഷന്മാരുമായി ചെറുപ്പം മുതലേ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അവരിൽ പ്രമുഖർ ഭഗിനി നിവേദിത, വിവേകാനന്ദ സ്വാമികൾ, ഗാന്ധിജി, ശ്രീനാരായണ ഗുരു എന്നിവരായിരുന്നു. വിദേശ പര്യടനത്തിലും ഈ രീതിയിൽ അതാത് രാജ്യത്തെ നേതാക്കളെയും കലാകാരന്മാരെയും പണ്ഡിതരെയും സന്ദർശിച്ചു. മുസോളിനിയെ പുകഴ്ത്തിയത് വളരെ വിവാദവുമായി തീർന്നു. വൃദ്ധാവസ്ഥയിലും നാട്ടിലെ പ്രശ്നങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, വിപ്ലവകാരികൾ മുതലായവരെ വിചാരണ കൂടാതെ തന്നെ തടവിൽ ഇടുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി ലേഖനമെഴുതി. കേരളത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നപ്പോൾ ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ക്ഷേത്രാരാധന അനുവദിക്കണമെന്ന് അദ്ദേഹം 1932 എഴുതി. സാഹിത്യരചനയ്ക്കൊപ്പം ചിത്രരചനയും തുടർന്നുകൊണ്ടേയിരുന്നു. വിശ്വഭാരതിയിലെ സാഹിത്യകാരന്മാരെയും നടീനടന്മാരെയും അദ്ദേഹം തൻ്റെ ഒപ്പം വേദികളിൽ അവതരിപ്പിച്ച് പ്രശസ്തരാക്കി. ജനങ്ങൾ അദ്ദേഹത്തെ ഗുരുദേവ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച് ആദരിച്ചത് ആദ്യം രവീന്ദ്രനാഥ ടാഗോറാണ്. തിരിച്ച് ഗാന്ധിജി അദ്ദേഹത്തെ ഗുരുദേവ് എന്നും സംബോധന ചെയ്തു. 1922 കേരളത്തിൽ തിരുവിതാംകൂർ രാജാവ് നൽകിയ സ്വീകരണത്തിനെത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹം സന്ദർശിച്ചത്. ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾക്ക് ഗുരുദേവന്റെ സന്ദർശനം വലിയൊരു കൈത്താങ്ങായി. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ഗുരുവിന്റെ മുഖം മറക്കാനാവില്ല, ഇതിലും വലിയ തപസ്വിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ടാഗോർ ഈ സന്ദർശനത്തെ പറ്റി പറഞ്ഞു. 1940 ആയതോടെ കവിയുടെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. കുറച്ചു കാലം മുമ്പ് തന്നെ എഴുത്തൊഴിച്ച് എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ താമസം ശാന്തിനികേതനിൽ നിന്ന് കൽക്കത്തയിലെ തറവാട്ടിലേക്ക് മാറ്റി. ചികിത്സകളെല്ലാം തറവാട്ടിൽ തന്നെയായിരുന്നു നൽകിയിരുന്നത്. 1940 ഓഗസ്റ്റ് 7 ആ കവി ഇഹലോകവാസം വെടിഞ്ഞു കാവ്യസുന്ദരമായ ലോകത്തിലേക്ക് യാത്രയായി. കാവ്യദേവത കുറച്ചു കാലത്തേക്ക് ഭൂമി സന്ദർശിച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ ജീവിതം. ആ രവീന്ദ്രനാഥ ടാഗോറിനെ ഏകാത്മദാ സ്തോത്ര പഠനത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.